Sir. Sir. All right. So, once again, thank you so much for joining today's session. നമ്മുടെ ഇന്നത്തെ സെഷൻ ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. അതിന്റെ ഒരു ലെവലുള്ള ഒരു സെഷനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ മാസ്റ്റർ യുവർ ഹോർമോൺസ് ആൻഡ് മാസ്റ്റർ യുവർ ലൈഫ്. നിങ്ങളുടെ ഹോർമോൺസിനെ നിങ്ങൾക്ക് എങ്ങനെ മാസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ഹോർമോൺസിനെ മാസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് എങ്ങനെ മാസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡി ആണെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. റെഡി അല്ലേ? ഹോപ്പ് യു ഗൈസ് ആർ റെഡി. അപ്പോൾ റെഡി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. RE എന്ന് കമന്റ് ചെയ്യില്ല ആരും. അപ്പോൾ നമ്മൾ ഹോർമോൺസിനെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ എന്ന് വെച്ചാൽ ഇന്ന് ഒരു പ്യുവർ ബയോളജിയും അതേപോലെ തന്നെ സൈക്കോളജിയും മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും സൈക്കോളജി എന്ന് പറയുന്ന പഴയ ഒരു മോഡ് ഓഫ് സൈക്കോളജി വെച്ച് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപാട് പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ അറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കുറച്ചുകൂടെ നമുക്ക് കൺട്രോൾ നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. സോ നിങ്ങളെല്ലാവരും റെഡിയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് പതിയെ കിടക്കാം. ഓക്കെ, സോ എന്താണ് മാസ്റ്റർ യുവർ ഹോർമോൺസ്, മാസ്റ്റർ യുവർ ലൈഫ്? പലപ്പോഴും അധിക ആൾക്കാരുടെയും അവസ്ഥ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫിൽ പല ടെൻഷൻസ് ഉണ്ടാകും, പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ നമ്മുടെ മൂഡ് ഡൗൺ ആയി പോകും, നമുക്ക് എനർജി കിട്ടാത്ത പോകും, കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? പല ആൾക്കാർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി. അപ്പൊ എന്താ കൺസിസ്റ്റൻസിയുടെ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? നമുക്ക് കൺസിസ്റ്റൻസി കിട്ടാത്തതിന്റെ റീസൺ നമ്മുടെ എനർജി കറക്റ്റ് അല്ല, ഹൈ എനർജി ഇല്ല, അതേപോലെ തന്നെ ഹൈ ലെവലുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ഗുഡ് ഫീലിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ പല കാര്യങ്ങളും തോന്നില്ല, നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തും. പക്ഷെ ഇത് പ്യൂർലി നമ്മളുടെ ഒരു ഹോർമോൺ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഹോർമോൺ ഇതിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. സോ എന്താണ്, ഏത് രീതിയിലാണ് നമ്മളിത് ബാധിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്കിതിൽ എന്ത് വെച്ചാൽ നാച്ചുറൽ വേസ് ടു ഇംപ്രൂവ് ഫോക്കസ്, എനർജി, മൂഡ് ആൻഡ് പെർഫോമൻസ്. നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില മെത്തേഡുകളിലൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള ചില ചേഞ്ചസ് വരുന്നതിലൂടെ നമ്മളുടെ ഹോർമോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലൂടെ നമ്മുടെ എനർജി, ഫോക്കസ്, മൂഡ് എല്ലാം കൂട്ടാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ കാണിക്കുന്ന പ്രസന്റേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയാമോ? ഇല്ല. ഇല്ല സർ. ഇന്ന് 25-ാം തീയതിയാണ്. കഴിഞ്ഞ നമ്മുടെ ഒരു നടത്താനുള്ള പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. രഞ്ജിത്ത്, പ്രോഗ്രാമിന്റെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ടൈമിംഗ് എപ്പോഴാണ്? 7 മണിക്കല്ലേ? രജിസ്ട്രേഷൻ ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ, ഓപ്പൺ ആയിട്ട്? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരം 7 മണിക്ക് എന്താ വെച്ചാൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും കൂടുതലായിട്ട് പറയാം. ഓക്കെ. സോ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല സർ. Okay, one minute. So let me just okay. Hope it is visible now. Yes. Yes. Okay. So നമ്മുടെ പോയിന്റ് ഇതാണ്, master your hormones, master your life, natural ways to improve focus, energy, mood and പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ, നമ്മുടെ മൂഡ് കൂട്ടാൻ, നമ്മുടെ എനർജി കൂട്ടാൻ, ഫോക്കസ് കൂട്ടാനൊക്കെ ശരിക്കും നമ്മൾക്ക് പ്രകൃതി തന്നെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്.
അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ചാൽ വൈ ഹോർമോൺസ് മാറ്റർ. എന്തുകൊണ്ട് ഹോർമോൺസ് ഇമ്പോർട്ടന്റ് ആണ് ശരീരത്തിലുള്ള? ബിക്കോസ് യുവർ ബിഹേവിയർ ഈസ് നോട്ട് റാൻഡം. നമ്മുടെ ബിഹേവിയർ റാൻഡം അല്ല, ഇറ്റ്സ് കെമിക്കൽ. നമ്മൾ ഇത്രയും കാലം പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, ചിന്തകളെ ബേസ് ചെയ്തിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം ടൈം അല്ലെങ്കിൽ ട്രോമയെ ബേസ് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് വേറൊരു പങ്കാളി കൂടെ ഉണ്ട്. ഓക്കെ, ഇറ്റ്സ് കെമിക്കൽ. കെമിക്കലും കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസിനനുസരിച്ച് ആ കെമിക്കൽ ചേഞ്ചസ് എന്താണോ, മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ കുറെ രാസപദാർത്ഥങ്ങളുണ്ട്, ബ്ലഡിലുണ്ട്. അപ്പം നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ആ കെമിക്കൽ ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഹോർമോൺസ് ചേഞ്ച് ആകും. സോ എവറി ഇമോഷൻ ഈസ് ഈക്വൽ ടു ഹോർമോണൽ റെസ്പോൺസ്. നമ്മുടെ ഓരോ ഇമോഷൻസും എന്താണ്, ഹോർമോൺസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് കെമിക്കൽ എങ്ങനെ ചേഞ്ച് ആവുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഇത് കൂടും. നിങ്ങൾക്ക് അറിയില്ലേ അത്? ഇല്ലേ? ഭയങ്കരമായിട്ട് ഷുഗർ കൂടുകയോ അല്ലെങ്കിൽ എന്താ പറയുക, BP കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാർ കാണാം അല്ലെ? എന്താണ് BP കൂടുന്നത്? BP ഷൂട്ട് ചെയ്തെന്ന് പറയും അല്ലെ? അപ്പോ അവിടെ എന്താണ്, അവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ആ വേഗത കൂടി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ പ്രഷർ കൂടി, അവിടെ സ്ക്യൂസ് ചെയ്യപ്പെട്ടു. എന്ത്? ബ്ലഡ് വെസൽസ് സ്ക്യൂസ് ചെയ്യപ്പെട്ടു. രക്തധമനികൾ എന്ത് ചെയ്തു? ചുരുങ്ങിപ്പോയി. ചുരുങ്ങിപ്പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും കോൺട്രാക്ട് ചെയ്യപ്പെട്ടു. ഇതെന്താണ്? ഇമോഷനായിട്ട് കണക്ട്. സോ നമ്മുടെ ഓരോ ഇമോഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും, ഓരോ ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് മാറും, ഹോർമോൺസ് മാറുന്നതിനനുസരിച്ച് ഇമോഷൻസ് മാറും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓരോരോ എക്സാമ്പിൾസ് എന്താ വെച്ചാൽ ജസ്റ്റ് എടുത്തിട്ട് നമുക്കറിയാം. സോ പ്രൊഡക്ടിവിറ്റി, ലേസിനെസ്, കോൺഫിഡൻസ്, എല്ലാ ഹോർമോണും ഡ്രിവൺ ആയിട്ടുള്ള, എന്താ പറയാ, ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഓരോ ഹോർമോൺസിന്റെ, എല്ലാ ഹോർമോൺസിന്റെ. അപ്പൊ പ്രൊഡക്ടിവിറ്റി, ലേസിനെസ്, കോൺഫിഡൻസ്, ഇത് ഏതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയണം, നമ്മുടെ മടിയുടെ പ്രശ്നമുണ്ട്, കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ട്, ഇതെല്ലാം ഹോർമോൺ ഡ്രിവൺ ആണ്. ഇതെല്ലാം ഹോർമോൺ ഡ്രിവൺ ആണ്. അപ്പൊ യു ഡോണ്ട് നീഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ അല്ല വേണ്ടത്. യു നീഡ് ഹോർമോണൽ ബാലൻസ്. എന്താ വേണ്ടത്? ഹോർമോൺസ് ബാലൻസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. ഹോർമോൺസ് ബാലൻസ് ചെയ്യപ്പെട്ട ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും, കാംനെസ് ഉണ്ടാകും, പീസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഹോർമോൺ ഇംബാലൻസ് നടന്നു നോക്ക്. നിങ്ങളിങ്ങനെ പൊതുവെ ഇപ്പൊ കേൾക്കുന്ന ഒരു ഭയങ്കര വിമർശനം നേരിടുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണെന്ത്? മൂഡ് സ്വിങ്സ് അല്ലെ? കേട്ടിട്ടുണ്ടോ? മൂഡ് സ്വിങ്സ്. ആദ്യം അത് സ്ത്രീകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. മൂഡ് സ്വിങ്സ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ചില നേരത്തെ എന്താണെന്നറിയില്ല, പെട്ടെന്ന് കുറെ ഭക്ഷണം കഴിക്കാൻ തോന്നാം. ചില നേരത്തെ എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് ഡൗൺ ആവുക. എന്താ കാരണം? ഹോർമോൺസ് ചേഞ്ച് ആവുക. അപ്പൊ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് എന്താ വെച്ചാൽ ശ്രദ്ധിക്കണം. കാരണം പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നവരാണ് സ്ത്രീകൾ. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കരച്ചിൽ വരിക, അങ്ങനെയുള്ളവരുണ്ടാവും. ഒന്ന് കമന്റ് ചെയ്തേ. കാരണം ഞാൻ കുറേ ലൈക്ക് എസ്പെഷ്യലി ഇപ്പം റീസെന്റ് കുറെ ഫീമെയിൽസ്, എനിക്ക് കുറെ കോൾസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, ചിലർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ എന്തിനാണെന്നറിയില്ല എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് പലപ്പോഴും ഞാൻ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാറുണ്ട്, പീരീഡ്സിന്റെ സമയമായോ? ഓക്കെ, പീരീഡ്സിന്റെ സമയമായി, അല്ലെങ്കിൽ പീരീഡ്സിന് തൊട്ട് മുൻപ് ഉള്ള സമയങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്താ റീസൺ അറിയില്ല, കരച്ചിൽ കരഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. എന്താ കാരണം? ഹോർമോണൽ ഇംബാലൻസ് ആണ്. സ്ത്രീകളിൽ തന്നെ 4 തരത്തിലുള്ള എന്ന് വെച്ചാൽ ഫേസസ് ഉണ്ട്. അപ്പൊ അപ്പൊ അത്രയും ഫേസിലൂടെ ഇടയ്ക്ക് ഡൗൺ ആവും അല്ലെ, ഇടയ്ക്ക് ഡൗൺ ആയി പോകും. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികള്, ഇത് ട്രോമയൊന്നും അല്ല. മനസ്സിലാകുന്നുണ്ട്? ട്രോമയുള്ള ആൾക്കാർക്ക് ഇത് കൂടുതലുമായിരിക്കും. ഈ സംഗതികൾ ട്രോമയുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ ട്രിഗർ ആകുമ്പോൾ അത് കുറച്ച് കൂടുതലും ആവും ചെയ്യും. സോ ഇമോഷണൽ ഇംബാലൻസ് പലപ്പോഴും ഉണ്ടാവും. അത് ഹോർമോണൽ ഇംബാലൻസിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മോട്ടിവേഷൻ കിട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ ആവേശത്തിൽ എന്തോ പോയിട്ട് ചെയ്തിട്ട് നമുക്ക് ബാലൻസ്ഡ് ആവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്താണെന്ന് വെച്ചാൽ 9 കീ ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ വന്നത്. 9ഓളം ഹോർമോൺസ് പ്രധാനപ്പെട്ട. ഓക്കെ, സോ എവറി ആസ്പെക്ട് ഓഫ് യുവർ പെർഫോമൻസ്, മൂഡ്, എനർജി ഈസ് ഗവേൺഡ് ബൈ ദീസ് ഹോർമോൺസ്. ഓക്കെ, ഈ ഒരു 9 ഹോർമോൺസ് നമ്മൾ നോക്കുക. ഈ ഹോർമോൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തിൽ ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ 9 ഹോർമോൺസിനെ ബാലൻസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലൈഫ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തു കൊണ്ടുവരാൻ പറ്റും. സോ എവറി ആസ്പെക്ട് ഓഫ് യുവർ പെർഫോമൻസ്, മൂഡ്, എനർജി ഈസ് ഗവേൺഡ് ബൈ ദീസ് കോർ ഹോർമോൺസ്. ഈ കോർ ഹോർമോൺസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഹോർമോൺസ് വേറെ ഉണ്ട് കേട്ടോ. ഇതാണ് കോർ.
കോർ ലെവലുള്ള ഈ ഹോർമോൺസ് ആണ് ബേസ് ചെയ്തിട്ടാണ് എന്താ വെച്ചാൽ നമ്മുടെ മൂഡ്, നമ്മൾ എങ്ങനെ ഗുഡ് ഫീലിംഗിലാണോ ഹാപ്പി ഫീലിംഗിലാണോ, നമ്മുടെ പെർഫോമൻസ് ജോലി ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഹൈ എനർജി. സോ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഒന്ന് ഡോപ്പമീൻ. ഡോപ്പമീൻ എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് നല്ല മോട്ടിവേഷൻ തരുന്നതാണ്, റിവാർഡ്, നമുക്ക് സന്തോഷം കിട്ടുന്നൊരു റിവാർഡൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആകുന്ന, മോട്ടിവേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡോപ്പമീൻ എന്ന് പറയുന്നത്. ദെൻ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കണക്ഷൻസ്, നല്ല ബോണ്ടിങ്, നല്ല മനസ്സിലാകുന്നുണ്ടോ, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഓക്സിറ്റോസിൻ ആണ്. അപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ട്, നല്ല രീതിയിൽ. അപ്പൊ ട്രോമ ഉണ്ടായി കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറയും, ഇൻസെൻസിറ്റീവ് ആയിട്ട് മാറും. ഒരുപാട് ട്രോമ സംഭവിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിറ്റോസിൻ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക്. പിന്നെ സെറട്ടോണിൻ, കാം ആൻഡ് കോൺഫിഡൻസ്. നമ്മൾ വളരെ കാം ആണ്, കോൺഫിഡന്റ് ആണ് എന്ന് കാണിക്കുന്നത് ഇതാണ് സെറട്ടോണിൻ ആണ്. നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടിരിക്കും, ഭയങ്കര ഓവർ ആവേശം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, സ്റ്റേബിൾ ആയിട്ട് പോകും. ഇതില്ലാത്ത ആൾക്കാർക്ക്, സെറട്ടോണിൻ ഇല്ലാത്ത ആൾക്കാരെന്ന് വെച്ചാൽ കോൺഫിഡൻസ് കുറവായിരിക്കും. അതേപോലെ തന്നെ കാംനെസ്, എപ്പോഴും ഒരു വേജാറോ അല്ലെങ്കിൽ വിഷമോ അല്ലെങ്കിൽ ഡൗൺ ആവുന്ന ഒരവസ്ഥ, ഡിപ്രഷനോ അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻഡോർഫിൻ, നമുക്ക് നല്ല പ്ലഷർ, ഭയങ്കര പ്ലഷർ കിട്ടുന്ന സംഗതിയാണ് എൻഡോർഫിൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പെയിൻ റിലീഫുമാണ്. നല്ല വേദന ഉണ്ടെങ്കിൽ ആ വേദനയൊക്കെ നമ്മൾ മറക്കും. എൻഡോർഫിൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രജൻ, സ്റ്റെബിലിറ്റി ആൻഡ് വൈറ്റാലിറ്റി, നമ്മളുടെ യുവത്വം നിലനിർത്തും. നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഏതൊരു കാര്യത്തിലും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകുന്നതിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ആവശ്യമാണ്. ടെസ്റ്റാസ്ട്രോൺ, നമുക്ക് ഭയങ്കര ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഭയങ്കര ഡ്രൈവ് വേണം, അത് ചെയ്യണം എന്നുള്ള ഡ്രൈവ് ഉണ്ടാവില്ല. അതേപോലെ നല്ല എനർജി സ്ട്രെങ്ത് നമുക്ക് നല്ലോണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റാസ്ട്രോൺ ആവശ്യമാണ്. അഡ്രിനാലിൻ, എനർജി ആൻഡ് അലേർട്ട്നെസ്, അതായത് നമുക്ക് നല്ല ഹൈ എനർജി കൊണ്ടുവരാനും അതേപോലെ അലേർട്ട്നെസ് മോഡിലേക്ക് നിൽക്കാനും നമ്മൾക്ക് എന്താണ്, അഡ്രിനാലിൻ ആവശ്യമുണ്ട്. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് കൺട്രോൾ ആണ്. നമ്മൾ സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആക്ച്വലി അതിന്റെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ഈ പറഞ്ഞിരിക്കുന്ന കോർട്ടിസോൾ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ഒരു അലേർട്ട് നൽകുകയാണ് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ സ്ലീപ്പ് ആൻഡ് റിക്കവറി, അതായത് നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്നതാണ്, അതുപോലെ നമ്മുടെ ശരീരത്തെ റീകവർ ചെയ്യാൻ സഹായിക്കുന്നതാണ് മെലാറ്റോണിൻ. അപ്പൊ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടണം, അപ്പോഴാണ് കറക്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ദെൻ അസിറ്റി അൽക്കലൈൻ, അതായത് ഫോക്കസ് ആൻഡ് മെമ്മറിയെ സഹായിക്കുന്നതാണ്. ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം. ഡോപ്പമീൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഹോർമോൺ ആണ്. ഡോപ്പമീൻ എന്താണ്, ഒരു മോട്ടിവേഷൻ ഹോർമോൺ ആണ്. ആ മോട്ടിവേഷൻ ഹോർമോൺ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ, മോട്ടിവേഷൻ ഹോർമോൺ എന്നുള്ള രീതിയിൽ വരുമ്പോൾ വൈറ്റ് മാറ്റേഴ്സ് ഡ്രൈവ്സ് ആക്ഷൻ ആൻഡ് കൺസിസ്റ്റൻസി, നമുക്ക് നല്ല കൺസിസ്റ്റൻസി നൽകാനും ആക്ഷൻ നൽകാനും ഈ ഹോർമോൺ ആവശ്യമാണ്. വിത്തൗട്ട് ഇറ്റ്, ഇതില്ലാത്ത ആൾക്കാർ, ഇത് കുറവുള്ള ആൾക്കാർ, ഡോപ്പമൈൻ കുറവുള്ള ആൾക്കാർ നീട്ടിവെക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ഓക്കെ, ഇത് കുറവുള്ള ആൾക്കാർ എന്താ വെച്ചാൽ നീട്ടിവെക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് നാച്ചുറലി നമുക്ക് അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ബിൽഡ് ചെയ്യാൻ ബെനിഫിറ്റ്സ് എന്താ, നമ്മുടെ ഫോക്കസ് ഭയങ്കരമായിട്ട് കൂടും. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് ഇത് സഹായിക്കും നമ്മളെ. അതേപോലെ തന്നെ ഇൻക്രീസ് പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നല്ലോണം സഹായിക്കും. പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഇതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, നാച്ചുറലി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വഴിയുണ്ട്. നാച്ചുറലി ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് സ്മോൾ ടാസ്ക്, ചെറിയ ചെറിയ ടാസ്കുകൾ ഫിനിഷ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം, ബെഡ് മടക്കി വെക്കുക. ജസ്റ്റ് രാവിലെ എണീറ്റിട്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് കുറച്ചങ്ങ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഡോപ്പമീൻ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഡെയിലി ഗോളുകൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഡെയിലി ഗോളുകൾ എന്ത് ചെയ്യും, എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമീൻ കൂടും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? നാച്ചുറലി നമുക്ക് എന്താ വെച്ചാൽ കൂടുന്ന വഴികളാണ്. അപ്പോൾ ഡോപ്പമൈൻ നാച്ചുറലി നമുക്ക് എന്ന് വെച്ചാൽ മേക്ക് യുവർ ബെഡ്. നിങ്ങൾ നിങ്ങൾ വീട് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബെഡ് കിടന്നുറങ്ങി എണീറ്റുള്ള ബെഡ് നിങ്ങൾ നല്ല വൃത്തിയാക്കി. അതെന്താണ്, ഡോപ്പമൈൻ്റെ അളവ് കൂട്ടും.
അല്ലെങ്കിൽ ചെറിയ ചെറിയ ടാസ്കുകൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഫിനിഷ് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഇന്ന ആളെ വിളിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കണം, വട്ട് എവർ ഇറ്റ് ഈസ്. ചെറിയ ചെറിയ ടാസ്കുകൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കൂടുന്നൊരു സംഭവമാണ് ടേക്ക് എ കോൾഡ് ഷവർ. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കുക. കോൾഡ് ഷവർ എന്ന് പറയുന്നത് നോർമലി പറയുന്നത് ഐസ് ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുളിക്കുന്ന രീതിയാണ് കോൾഡ് പ്ലഞ്ചിങ് എന്ന് പറയുക. അതായത് ഒരു കോൾഡ് എന്താ പറയുക ഷവർ ഉണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ദെൻ സെറ്റ് എ ക്ലിയർ ഡെയിലി ഗോൾ. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡെയിലി ഗോളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എന്താണ് ഇന്നത്തെ ഗോള്, അത് എഴുതി വെക്കുക. അത് എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുമ്പോൾ തന്നെ ഒരു ഡോപ്പമീൻ കുറച്ച് ഉത്പാദിപ്പിക്കപ്പെടും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കും. അതേപോലെ എഴുതി വെച്ച ഗോളുകളിൽ എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ചെയ്തു തീർന്നതിന് ശേഷം അത് വെട്ടുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് പൂർത്തിയാക്കി ഡൺ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് വെട്ടുക. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, നമ്മളുടെ അത് വെട്ട് തന്നെ വേണം. എഴുതി വെച്ചത് വെട്ട് തന്നെ വേണം. പേനക്കുട്ടിങ്ങനെ വെട്ടണം. ചെയ്തു തീർന്നു അല്ലെങ്കിൽ ടിക്ക് മാർക്ക് എടുക്കുക, അതിന്റെ കൂടെ വെട്ടുക. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഡോപ്പമീൻ ഒരു അച്ചീവ്മെന്റ്, റിവാർഡ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അച്ചീവ് ചെയ്തെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി ഡോപ്പമീൻ എന്ത് ചെയ്യും, കുറച്ച് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടും. നെക്സ്റ്റ് എന്താണ്, ക്ലീൻ യുവർ വർക്ക് സ്പേസ്. നമ്മുടെ വസ്ത്രം കഴുകുക, വൃത്തിയാക്കുക, അലക്കുക. അതേപോലെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യുക, നമ്മുടെ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുക. സ്വാഭാവികമായിട്ട് ഡോപ്പമീൻ കൂടും. ദെൻ വേക്കപ്പ് ഏർലി. കാലത്ത് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഡോപ്പമീൻ കൂടും. അടുത്തതെന്ന് പറയുന്നത് റെഡ്യൂസ് ഷുഗർ. നിങ്ങൾ ഡോപ്പമീൻ കൂടാനുള്ള അടുത്തൊരു ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ ഷുഗർ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഓക്കെ, ഷുഗർ വളരെ പരമാവധി കുറച്ച് മാത്രമാണെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലെവലിൽ കട്ട് ചെയ്യുക. ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഷുഗർ എന്തായാലും കുറച്ച് കൊണ്ടുവരും. അത് വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ഫുഡ് കഴിക്കാതിരിക്കുക. നെക്സ്റ്റ് എന്താണ്, ട്രാക്ക് യുവർ പ്രോഗ്രസ്. നിങ്ങളുടെ പ്രോഗ്രസ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, യെസ്. നിങ്ങളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആണ്. ആ, അതേപോലെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ 15 minutes ഓഫ് ഡീപ് ഫോക്കസ്. നിങ്ങളുടെ ഒരു 15 മിനിറ്റിന്റെ ഡീപ് ഫോക്കസിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, ഡീപ് ഫോക്കസ് മെഡിറ്റേഷൻ പോലുള്ള സംഗതികൾ പ്രാക്ടീസ് ചെയ്യുക. ഡോപ്പമിൻ കൂടുതൽ ഉത്പാദിപ്പിക്കണം. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസ് യുവർ വീക്ക്. ഒരാഴ്ചത്തെ നിങ്ങളുടെ ടാസ്കുകൾ എന്തൊക്കെയാണ്, ഒരു ടൈം ടേബിൾ ഒക്കെ എഴുതി അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഡോപ്പമീൻ നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഉത്പാദിപ്പിക്കപ്പെടും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലേൺ സംതിങ് ന്യൂ. പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുക. പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ കയറി പഠിക്കുന്ന പരിപാടിയല്ല. അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും പുസ്തകം, ഒരു നന്നായിട്ടൊരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക, കോഴ്സൊക്കെ പഠിക്കുന്ന പോലെ പഠിക്കുക. സീരിയസ് ആയിട്ട് ഒരു ഇരുന്നിട്ട് ഓൺലൈനിൽ പഠിക്കാൻ നോ ഇഷ്യൂസ്. ചുമ്മാ റാൻഡംലി സ്ക്രോൾ ചെയ്ത് പോകുന്ന പരിപാടിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ലാതെ ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ എത്രയോ 20 മിനിറ്റോ 1 മണിക്കൂറൊക്കെയുള്ള വീഡിയോസ് ഇരുന്ന് കണ്ട് അതിൽ നിന്ന് ഒരു നോട്ടൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ നന്നായിട്ടൊന്ന് പഠിക്കുക, ഹോംവർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫിക്സ് സംതിങ് ബ്രോക്കൺ. പൊട്ടിയതോ കേടുവന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ എന്താ വെച്ചാൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന വെച്ചാൽ ഈ വീട്ടമ്മമാരൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇല്ലേ, അവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, വസ്ത്രം കീറിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് തുന്നി എന്താ പറയുക മനസ്സിലാവണ്ട, പിന്നെ ഇതൊക്കെ സൂചിയൊക്കെ ഉപയോഗിച്ചിട്ട് അതെന്ത് ചെയ്യും, നിറ്റ് ചെയ്യും അല്ലേ. അങ്ങനെ നിറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. അതിനെങ്ങനെ സ്റ്റിച്ച് ചെയ്യും, പിടിപ്പിച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യും. അപ്പൊ അങ്ങനെ ബ്രോക്കൺ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അതിന് ഫിക്സ് ചെയ്യുന്നതിലൂടെ, അപ്പം ലൈക്ക് സംതിങ് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യങ്ങൾ ചെയ്തു, കുറച്ച് ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നർത്ഥം. ഈ ഹോർമോൺസ് നമുക്കെന്ന് വെച്ചാൽ കൂടെ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, ആക്റ്റീവ് ആകാതിരുന്നാൽ ഡോപ്പമീൻ്റെ അളവ് കുറയും. മനസ്സിലായോ? ബി ആക്റ്റീവ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക. എന്തെങ്കിലും എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ല കേട്ടോ. ഓ, ഇനിയിപ്പോ പേടിച്ചിട്ട് എന്താ വെച്ചാൽ ഓക്കെ ഇനി ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുത്തു, ഓക്കെ ഡോപ്പമീൻ ഡൗൺ ആവും എന്ന് വിചാരിച്ച് പാനിക് ആവല്ല വേണ്ടത്. മറിച്ച് എന്താ വെച്ചാൽ തീരെ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അല്ലേ. നമ്മൾ അതിലങ്ങനെ ഇരിക്കും, പക്ഷെ അതിൽ ഡോപ്പമീൻ കിട്ടും കേട്ടോ. ഡോപ്പമീൻ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ പ്രശ്നമുണ്ട്, ഡോപ്പമീൻ ഓവറായിട്ട് കൺസ്യൂം ചെയ്യപ്പെടും. പ്രൊഡ്യൂസ് ചെയ്യപ്പെടല്ല അവിടെ ചെയ്യുക, അവിടെ കൺസ്യൂം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്.
ഡോപ്പമീൻ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അവിടെയുള്ള ഡോപ്പമീൻ കൂടുതലായിട്ട് ഉപയോഗിച്ച് തീരാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക, കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരുന്ന് ഡീപ്പ് ഫോക്കസിൽ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡിലൂടെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന ഡോപ്പമീൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് എന്ത് ചെയ്യാം. അതേപോലെ സ്ക്രോളിംഗ് കുറക്കുക, സോഷ്യൽ മീഡിയയിൽ സ്ക്രോളിംഗ് കുറക്കുക. ആൻഡ് കീപ് വൺ പ്രോമിസ് ടു യുവർ സെൽഫ്. എപ്പോഴും ചില ഒരു നിങ്ങൾ നിങ്ങളോട് എന്താ വെച്ചാൽ ഒരു പ്രോമിസ് കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രോമിസ്, ഞാൻ ഇന്നത് ചെയ്യും, എന്നിട്ട് അത് കീപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലെവലിൽ കീപ്പ് ചെയ്യുക. അപ്പൊ ഇതാണ് എന്താ വെച്ചാൽ ഡോപ്പമിൻ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വഴികളാണ് ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞതെല്ലാം. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഓക്സിറ്റോസിൻ ആണ്. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ ഇതിലേക്ക് നമുക്ക് സ്ലൈഡ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല സാർ. ഇല്ല. ഇപ്പോഴോ? കാണാം അല്ലെ? ഓക്കെ ഓക്കെ. സോ ട്രാക്ക് പ്രോഗ്രസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇവിടെ പറഞ്ഞു. ഇതിന്റെ ഒരുപാട് വേർഷൻസ് പറഞ്ഞു, 15ഓളം വഴികളെ ഇപ്പൊ പറഞ്ഞു കേട്ടോ ടോട്ടൽ. അപ്പൊ ഇതിന്റെ എന്താണ് ബെനിഫിറ്റ്? നമ്മുടെ ഫോക്കസ് വർദ്ധിക്കും, ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും, പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ്. അടുത്തതാണ് ഓക്സിറ്റോസിൻ, ദ കണക്ഷൻ ഹോർമോൺ. നമ്മൾക്ക് ഒരാളുമായിട്ട്, നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് നല്ല രീതിയിലേക്ക് കണക്ഷൻ വേണം. ഹ്യൂമൻസ് നീഡ് ഇമോഷണൽ കണക്ഷൻ. പലപ്പോഴും നമ്മൾ നല്ല രീതിയിലേക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ബാലൻസ്ഡ് ആയി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻസ് ആവശ്യം. ഓക്കെ. അപ്പോൾ ഓക്സിറ്റോസിന്റെ അളവ് വളരെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോൺലിനെസ് ആൻഡ് ഇൻസെക്യൂരിറ്റി വരും. നമുക്ക് പലപ്പോഴും എന്താ വെച്ചാൽ അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് എന്താ വെച്ചാൽ ഇത് ട്രോമ വല്ലാണ്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ഓക്സിറ്റോസിൻ അളവ് വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടും അവർക്ക് എന്താ വെച്ചാൽ ലോൺലിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഇൻസെക്യൂരിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ചെറുപ്പത്തിൽ എന്താ വെച്ചാൽ അബാൻഡൻമെന്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവരുടെ ശരീരത്തിൽ പൊതുവെ ഓക്സിറ്റോസിന്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം? ഐ എം സോ സോറി, ഞാനൊരു യാത്ര കഴിഞ്ഞ് വന്നായിരുന്നു. എനിക്ക് നല്ല ജലദോഷമുണ്ട്, കോൾഡ് ഉണ്ട്. ബട്ട് ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു. രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് സ്റ്റിൽ ബി വിത്ത് മീ, ബെയർ വിത്ത് മീ, ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ. ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? ബിൽഡ് ട്രസ്റ്റ്. നമുക്ക് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ ഹോർമോൺ കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ റെഡ്യൂസസ് ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇംപ്രൂവ്സ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യപ്പെടും. അതാണ് ഈ ഒരു ഹോർമോണിന്റെ പ്രത്യേകത. ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന് ഹഗ് ചെയ്യാം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ഹഗ് ചെയ്യുക. ഹഗ് ചെയ്യാൻ പറ്റുന്നവരെ ഹഗ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഹഗ്ഗിങ് വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ പൊതുവെ മലയാളികൾ ഹഗ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോ ഹഗ് ചെയ്യണം. ഹഗ് സംവൺ. അപ്പൊ അത് നാച്ചുറലി കൊണ്ടുവരാൻ എന്താണ് നമ്മൾ സഹായിക്കുക? നമുക്ക് ഹഗ് ചെയ്യുക. ആൾക്കാരെ ഹഗ് ചെയ്യും തോറും എന്താ വെച്ചാൽ ടച്ച് ചെയ്യുക, ഹഗ് ചെയ്യുക ചെയ്യും തോറും എന്ത് സംഭവിക്കും? ഓക്സിറ്റോസിൻ വളരെ കൂടും. ഹോൾഡ് ഹാൻഡ്സ്, കൈകൾ പിടിച്ച് നടക്കും. നമ്മുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ എന്താ പറയുക മക്കളുടെയൊക്കെ കൈകൾ പിടിച്ച് നടക്കും. അപ്പൊ നമുക്ക് കൈകൾ പിടിക്കുന്നതിലൂടെ, എസ്പെഷ്യലി പാർട്ണറുടെ കൈകൾ പിടിക്കുന്നതിലൂടെ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ആൻഡ് പെറ്റ് ആൻഡ് ആനിമൽ, ഒരു എന്താ പറയുക ചെറിയ ഒരു കുഞ്ഞി പൂച്ചയോ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലൊരു കുഞ്ഞി പട്ടിക്കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പെറ്റായിട്ട് വളർത്താൻ, അത് എന്തോ ആവാം. ആടാവാം അല്ലെങ്കിൽ കോഴിയാവാം, വട്ടവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എന്താണോ പെറ്റെന്ന് തോന്നുന്നത്, നിങ്ങൾ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഒരു വളർത്തു മൃഗത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? പെറ്റ് ചെയ്യുക, അതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ദാറ്റ് വിൽ ക്രിയേറ്റ് എന്ത്? ഭയങ്കരമായിട്ട് ഓക്സിറ്റോസിൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് കോൾ യുവർ പാരന്റ്സ്. നിങ്ങളുടെ മാതാപിതാക്കള്, നിങ്ങളിപ്പോൾ വിദേശത്താണ്, നാട്ടിലേക്ക് വിളിക്കുന്നത് കുറവാണ്. അപ്പൊ അങ്ങനെയാണെന്ന് അത് വിളിക്കുക. നിങ്ങളുടെ ബന്ധുക്കളെ വിളിക്കുക, നിങ്ങളുടെ സിബ്ലിങ്സിനെ വിളിക്കുക, നിങ്ങളുടെ പാർട്ണറെ വിളിക്കുക, സംസാരിക്കുക. സംസാരങ്ങൾ ആവശ്യമാണ്. ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ട് സംസാരിക്കുക. കുറച്ച് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് കൂടുതൽ. വിരുന്ന് സൽക്കാരങ്ങൾക്ക് പോവുക. ഓക്കെ. അതായത് ഫങ്ഷൻസും സംഗതികൾക്കൊക്കെ പോവുക. പണ്ടത്തെ ആൾക്കാർ വെറുതെ ഒന്നുമല്ല ഇത് പറഞ്ഞത്. ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കംപ്ലീറ്റ്ലി സോഷ്യൽ കണക്ഷൻ കട്ട് ചെയ്തിട്ട് വേറെ ആരും വേണ്ട, എനിക്ക് എന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു ഹാപ്പി സ്റ്റേറ്റിൽ നിന്നോളണമെന്നില്ല. ഓക്കെ.
അപ്പോൾ നമ്മൾ എത്രയോ പൈസ ഉണ്ടാക്കി നമ്മൾ ലോൺലിനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല, അത് ശരിയാവില്ല, അൺഹെൽത്തി ആയിട്ട്. അപ്പൊ അത് വേണം. ഓക്കെ, മേക്ക് എ ജെന്യുവിൻ കോംപ്ലിമെന്റ്. ഒരാളോട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കോംപ്ലിമെന്റ് പറയാം, ജെന്യുവിൻ ആയിട്ട്. ഓക്കെ, അവരുടെ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ജെന്യുവിനായി കണ്ടിട്ട്, നല്ല വസ്ത്രം ധരിച്ചു, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, അത് പറയുക. അത് പറയുന്നതിലൂടെ എന്ത് കിട്ടും? ഓക്സിറ്റോസിൻ കിട്ടും. ആൻഡ് മേക്ക് ഐ കോണ്ടാക്ട്. ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഐ കോണ്ടാക്ട്, കണ്ണുകളിലേക്ക് നോക്കി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. അതിങ്ങനെ തുറിച്ചു നോക്കുന്ന നോട്ടമല്ല, ജസ്റ്റ് കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, മുഖത്തോട്ട് നോക്കാതെ സംസാരിക്കുന്നവരുണ്ട്, അത് പാടില്ല. കണ്ണിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക, തുറിച്ചു നോക്കാതെ. ഓക്കെ, ദെൻ കുക്ക് ഫോർ സം വൺ. മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണം പാചകം ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. ഓക്കെ, ഇതൊക്കെ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറെ വഴികളാണ്. ഇത് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ സംഗതികളൊക്കെ ഇല്ലെങ്കിൽ അതൊക്കെ പതിയെ പതിയെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എന്താണ്? സേ ഐ അപ്രീഷിയേറ്റ് യു. ജെനുവിൻ ആയിട്ട് പറയാം, അപ്രീഷിയേറ്റ്, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, ആ ചെയ്ത നല്ല കാര്യമാണ്, ഐ അപ്രീഷിയേറ്റ് യു. ആ ഒരു കാര്യത്തിന് ഐ റിയലി അപ്രീഷിയേറ്റ് യു. അഭിനന്ദിക്കുക. ദെൻ ഹെൽപ്പ് സം വൺ ഫ്രീലി. ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാളെ ഹെൽപ്പ് ചെയ്യാം, അതും ഇതേപോലെ ഓക്സിറ്റോസിൻ അളവ് കൂട്ടും. ആൻഡ് ഹെൽപ്പ് സമൺ ഫ്രീലി ആൻഡ് സ്മൈൽ അറ്റ് സ്ട്രേഞ്ചേഴ്സ്. സ്ട്രേഞ്ചേഴ്സിനോട് എന്ത് ചെയ്യുക? സ്മൈൽ ചെയ്യുക, പുഞ്ചിരിക്കുക, പുഞ്ചിരിക്കുക. ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സ്. ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക? ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ് ഓണസ്റ്റ്ലി. ഓണസ്റ്റ് ആയിട്ട് സത്യസന്ധമായി നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക. എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ദേഷ്യം പിടിക്കുക, ഷൗട്ട് ചെയ്യുക, അങ്ങനെയല്ല. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട്, വളരെ സത്യസന്ധമായിട്ട് നമുക്ക് നമ്മുടെ ഫീലിങ്സുകൾ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ബോഡി കൂടെ. അതിനെന്താ വേണ്ടത്? ഒരു കമ്മ്യൂണിക്കേഷൻ സ്പേസ് വേണം കപ്പിൾസിന്റെ ഇടയിൽ. ഓക്കെ, റൈറ്റ് എ താങ്ക് യു മെസ്സേജ്. ഒരു താങ്ക് യു മെസ്സേജ് എന്ത് ചെയ്യുക? എഴുതുക. ആൻഡ് ഫോർഗീവ് സമ്മൺ. വേറൊരാൾക്ക് മാപ്പ് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജുകൾ, താങ്ക് യു മെസ്സേജുകൾ എഴുതുക. ആൻഡ് ഫുള്ളി പ്രസന്റ് ഇൻ കോൺവെർസേഷൻ. ഒരാളോട് സംസാരിക്കുമ്പോൾ വേറെ ഇതിനെ കുറിച്ചും ചിന്തിക്കാതെ, ഫോണൊന്നും ഉപയോഗിക്കാതെ, കംപ്ലീറ്റ്ലി അവിടെ തന്നെ ഫുള്ളി പ്രസന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ക്രിയേറ്റ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അപ്പൊ ബന്ധങ്ങൾ ഉഷാറായിട്ട് മുന്നോട്ട്. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇതിനെന്താ വെച്ചാൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ, ജസ്റ്റ് കമന്റ് ഡൗൺ ക്ലിയർ, കമന്റ് ഡൗൺ ക്ലിയർ. ഓക്കെ, അപ്പോ ഇത്രയും ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത എന്താണ്? അടുത്ത ഹോർമോൺ ഇപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞത്? ഓക്സിറ്റോസിൻ പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ഡോപ്പമീൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പറയാനുള്ളതാണ് സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അത് ആദ്യം ഒന്ന് നോക്കാം. സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ. ഓക്കെ, സെറട്ടോണിൻ നമ്മൾ എന്താ വെച്ചാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നു. നല്ല രീതിയിൽ എന്താ വെച്ചാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൊണ്ടുവരും, അതേപോലെ തന്നെ കാംനെസ് കൊണ്ടുവരും. സോ ആയിട്ട് മാറ്റേഴ്സ് കൺട്രോൾസ് മൂഡ് സ്റ്റെബിലിറ്റി. നമ്മുടെ മൂഡ് സ്റ്റേബിൾ ആക്കുന്നത്. ഈ കൺസിസ്റ്റൻസിക്ക് ഭയങ്കര ആവശ്യമാണ് മൂഡ് സ്റ്റേബിൾ ആവുക എന്നുള്ളത്. നമ്മളിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോകാൻ പാടില്ല. ഈ അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്നതിൽ സെറട്ടോണിൻ നല്ല എന്ന് വെച്ചാൽ ചിലർക്ക് സെറട്ടോണിന്റെ അളവ് വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിനെസ്സിലേക്ക് ഓർത്തില്ല, അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ. അതുപോലെ വളരെ അത് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോസ്റ്റിലേക്ക് പോകുന്നു. അപ്പൊ അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. വൈറ്റ് മാറ്റേഴ്സ് കൺട്രോൾസ് മൂഡ് സ്റ്റെബിലിറ്റി. ലോ ലെവൽസ് ആങ്സൈറ്റി, സെൽഫ് ഡൗട്ട് വരും. മനസ്സിലായോ? ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരും. അപ്പൊ നിങ്ങൾ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടോ, ഉത്കണ്ഠയുണ്ടോ, സെൽഫ് ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് എന്തുണ്ടാകാം? സെറട്ടോണിൻ അളവ് കുറവായിരിക്കാം. അപ്പൊ സെറട്ടോണിൻ കൂട്ടുന്ന കുറെ മെഡിസിൻസ് ഉണ്ട്. ഇതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈക്കാട്രിക് മെഡിസിൻസിൽ വരുന്ന കാര്യങ്ങൾ. ചില മെഡിസിൻസ് ഒക്കെ സെറട്ടോണിൻ കൂട്ടുന്ന, കാം ആൻഡ് കോൺഫിഡൻസ് കൊണ്ടുവരുന്ന, ബാലൻസ്, മൂഡ് സ്റ്റേബിൾ ആക്കുന്ന കുറെ മെഡിസിൻസ് കാണാൻ പറ്റും. അപ്പൊ ബെനിഫിറ്റ്സ് എന്താണ്? ഇതിന്റെ ഒരു നല്ല മനസ്സിന് നല്ല സമാധാനം ഉണ്ടാവും. ഇതിന്റെ അളവ് എന്താ പറയാ, നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ, കുറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനം പോകും.
കോൺഫിഡൻസ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല കോൺഫിഡൻസ് ഉണ്ടാവും, ഇമോഷണൽ ബാലൻസ് കിട്ടും, എല്ലാം വളരെ പീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. നിങ്ങൾക്ക് തന്നെ ഒരു നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗിലേക്ക് വരും. അപ്പൊ ഇതെന്താണ്? സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. ഇത് നമുക്ക് നാച്ചുറലി ബിൽഡ് ചെയ്യാൻ പറ്റും. നാച്ചുറലി നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യാം? സൺലൈറ്റ് എക്സ്പോഷർ. നമ്മൾ കുറച്ച് വെയിൽ കൊള്ളണം. ഓക്കെ, ഇപ്പൊ വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഇത് ബിൽഡ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, സെറട്ടോണിൻ കൂട്ടുന്ന മറ്റൊരു സാധനമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുക. ഓക്കെ, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സെറട്ടോണിൻ്റെ അളവ് കൂടും. അതുപോലെ നേച്ചർ വാക്സ്, പ്രകൃതിയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, പ്രകൃതിയുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കൂടുന്നത് കാണാൻ പറ്റും. ഇനി വേറെ കുറേ വഴികളുണ്ട്. എല്ലാ വഴികളും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓടിച്ച് പറഞ്ഞു പോകാം. നിങ്ങൾ സെറട്ടോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഡിപ്രഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും, ആൻസൈറ്റി ഉണ്ടെങ്കിൽ കുറയും, ഇംപ്രൂവ് സ്ലീപ്പ് ആൻഡ് ഡൈജഷൻ, ദഹനം നല്ല രീതിയിലേക്ക് വരും, അതേപോലെ സ്ലീപ്പ്, ഉറക്കം നല്ല രീതിയിലേക്ക് കിട്ടും, വയറുമായി സംബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും, കുറെ കാര്യങ്ങൾ. ഒന്നെന്താ വെച്ചാല്, ഇത് നല്ല രീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു 7-8 മണിക്കൂർ ഉറക്കം എന്തായാലും, മനസ്സിലാകുന്നുണ്ടോ? 7 മണിക്കൂർ ഉറക്കം, ഒരു മിനിമം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും? എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും? ഈ പറയുന്ന സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നെക്സ്റ്റ്, സിറ്റ് ഇൻ ദ മോർണിംഗ് സൺലൈറ്റ്. ഒരു 9 മണി വരെയുള്ള സമയത്തേക്കുള്ള, ഒരു 9 മണിക്കുള്ളിലായിട്ടുള്ള സമയത്തിനിടയിലുള്ള മോർണിംഗ് സൺലൈറ്റ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ 7-8 മണി ആ സമയത്തൊക്കെയുള്ള വെയിൽ കൊള്ളാൻ പറ്റി കഴിഞ്ഞാൽ, ഓക്കെ, ഒരു 8 മണി വരെയുള്ള സമയത്തിനിടയിലുള്ള വെയിൽ കൊള്ളാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഒരുപാട് എന്താ വെച്ചാൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, വാക്ക് ഇൻ നേച്ചർ, പ്രകൃതിയിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നടക്കുക. ഓക്കെ, ദെൻ വാച്ച് സൺസെറ്റ്, ലൈക്ക് യുനോ സൺസെറ്റ് കാണുക. വൈകുന്നേരം കുറച്ച് സൺസെറ്റ് കാണാം. ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാം ചെയ്യണമെന്നല്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാം, എന്നാൽ തന്നെ കൂടും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും 1, 2, 3 ഒക്കെ ചെയ്യാം. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾറെഡി പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജേണൽ, നമ്മൾ നമ്മുടെ ചിന്തകളൊക്കെ എഴുതി വെക്കുക, ബുക്കിലേക്ക് എഴുതി വെക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആകാം, അതല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, റിഫ്ലക്റ്റീവ് തോട്ട്സ് ജേണലിംഗ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകളും എക്സ്പ്രസീവ് ജേണലിംഗ് ഉണ്ട്, നമ്മുടെ ഇമോഷൻസ് ഒക്കെ അതേപോലെ എഴുതി വെക്കുക. അത് എഴുത്ത്, നിങ്ങളുടെ ചിന്തകളെ എഴുത്താക്കി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന സെറട്ടോണിൻ നല്ല രീതിയിൽ വരും. ആൻഡ് ഹീറ്റ് ഹോൾ ഫുഡ്, ലൈക്ക് യുനോ നിങ്ങൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ അതുണ്ടാകും. അതേപോലെ അവോയ്ഡ് നെഗറ്റീവ് ന്യൂസ്, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ അവോയ്ഡ് ചെയ്യണം, അത് നിങ്ങൾ കൊണ്ട് നടക്കരുത്. ഓക്കെ, ആൻഡ് ലിസൺ ടു കാമിങ് മ്യൂസിക്, വളരെ കാം ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്, കാമായിട്ടുള്ള മ്യൂസിക്, അത് കേൾക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കേൾക്കുക. നല്ല കാമായിട്ട് നൽകുന്ന മ്യൂസിക്കുകളുണ്ട്, ചില ചില ഫ്രീക്വൻസികളുള്ള മ്യൂസിക്കുകളുണ്ട്, കാം വൈബ് കേൾക്കുന്നത്. അതേപോലെ മെഡിറ്റേറ്റ് ഫോർ 10 മിനിറ്റ്സ്, ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. റെഡ്യൂസ് കാഫീൻ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കാഫീൻ റെഡ്യൂസ് ചെയ്യണം. എന്താ കാഫീൻ? കോഫി ഇല്ലേ, കോഫി റെഡ്യൂസ് ചെയ്യുക, കോഫി കഴിക്കുന്നത് കുറക്കുക. സ്പെൻഡ് ടൈം, കോഫി എന്നുള്ളതല്ല, കോഫി അല്ലെങ്കിൽ എന്താ പറയുക, കാഫീൻ അടങ്ങിയിട്ടുള്ള ഏത് പ്രോഡക്ട്സുകളും ഉപയോഗിക്കുന്നത് കുറയ്ക്കാം. സ്പെൻഡ് ക്വയറ്റ് ടൈം അലോൺ, കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു സമയം സ്പെൻഡ് ചെയ്യുക. ഡു ബ്രീത്തിങ് എക്സസൈസസ്, നമ്മൾ ബ്രെത്ത് വർക്കുകളുണ്ട്, ഡീപ്പായിട്ടുള്ള ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ടുള്ള ചില എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകളൊക്കെ ചെയ്യാം. ആൻഡ് സ്ട്രെച്ച് സ്ലോലി, നമ്മുടെ ബോഡിയെ എന്ത് ചെയ്യുക? നമ്മൾ സ്ട്രെച്ച് ചെയ്യാം, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപ് സ്ട്രെച്ച് ചെയ്യുക, സോറി, വർക്കൗട്ട് ചെയ്തതിനു ശേഷം സ്ട്രെച്ച് ചെയ്യുക. ബോഡി എന്ന് വെച്ചാൽ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നതിലൂടെ, ബോഡി മൂവ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ഇങ്ങനെ സംഗതികൾ ചെയ്യുമ്പോൾ തന്നെ സ്ലോലി ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് കീപ്പ് എ ക്ലീൻ സ്പേസ്, ഒരു വൃത്തിയുള്ള സ്ഥലം, നമ്മുടെ വീടും റൂമും ഒക്കെ വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കുക. അത് നമുക്ക് എന്ത് നൽകും? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് സെറട്ടോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞത് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണോ? ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? Yes, sir. ഇത് വല്ല ചെലവുള്ളതാണോ? No. അല്ല. ചെലവില്ലാതെ നാച്ചുറലി നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നമുക്ക് ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, കോൺഫിഡൻസിന് പ്രശ്നം ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മളിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെലവില്ലാതെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഇതെല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കേണ്ട. ഇതിൽ ഏതെങ്കിലുമൊക്കെ, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക്
അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഹോർമോൺ ഏതാ നോക്കാം. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഏതാണ്? സെറോട്ടോണിൻ ആണ്. അടുത്ത നമ്മുടെ ഹോർമോൺ എന്ന് പറയുന്നത് എൻഡോർഫിൻ ആണ്. എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് എന്താ വെച്ചാൽ ദ ഫീൽ ഗുഡ് ഹോർമോൺസ് ആണ്. നമുക്ക് ഭയങ്കര ഗുഡ് ഫീലിംഗ് തരുന്ന ഒരു ഹോർമോണാണ്. മറ്റെന്താ കാംനെസ് ആയിരുന്നു പറഞ്ഞിരുന്നല്ലേ, കാം ആൻഡ് കോൺഫിഡൻസ്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഭയങ്കര ഗുഡ് ഫീലിംഗ് തരും. ഇറ്റ് മാറ്റേഴ്സ് നാച്ചുറൽ സ്ട്രെസ് റിലീവ്. സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രെസ് നിന്ന് പെട്ടെന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് ഈ ഒരു ഹോർമോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെയിൻ റിലീഫായിട്ട്. നല്ല പെയിൻ ഉണ്ട്, പക്ഷെ പെയിൻ മറക്കും നമ്മൾ. ഇതെങ്ങനെ നാച്ചുറലി ബിൽഡ് ചെയ്യാൻ പറ്റുക? അപ്പൊ ഇത് ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യാം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം, വിയർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്ക്. എന്ത് ടെൻഷനും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര കൂൾ കാം സ്റ്റേറ്റിലേക്ക് പോകുന്ന കാണാം. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് റിലീവർ ആണ്, പെയിൻ കില്ലർ ആണ്. വേറെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നന്നായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, പെയിൻ ആൻഡ് ഇമോഷണൽ ഓവർലോഡ്, ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പിൽ പ്രശ്നം, ജിമ്മിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് വേറെ ലെവലിൽ പോകും. അറിയാം, പെയിൻ ഉണ്ടാവും, പെയിനിന് അവിടെ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, അതിൽ നിന്ന് അവർ ഫ്രീ ആവും. അത് മാത്രമല്ല, അവർക്ക് അത് ഫ്രീ ആകുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടും. അപ്പൊ അവർ കൂടുതൽ ഇത് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ബോഡി നല്ല രീതിയിൽ തിരിച്ചു കിട്ടും. ബെനിഫിറ്റ്സ് എന്താണ്? ഇൻസ്റ്റന്റ് മൂഡ് ബൂസ്റ്റ് ആണ്. എൻഡോർഫിൻ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടോ പെട്ടെന്ന് മൂഡ് എന്താ ബൂസ്റ്റ് ആവും. ആൻഡ് സ്ട്രെസ് റെസിലിയൻസ്, സ്ട്രെസ് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കുറയും. അതേപോലെ നാച്ചുറൽ ഹാപ്പിനെസ്, ഭയങ്കരമായിട്ട് നാച്ചുറൽ ഹാപ്പിനെസ് നമുക്ക് ഡെവലപ്പ് ആകും. സ്ട്രെസ് കുറയും, സ്ട്രെസ്സിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടും. സ്ട്രെസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യുക, അതേപോലെ നന്നായിട്ട് ചിരിക്കുക. ചിരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ചിരിക്കാതിരിക്കരുത്. പൊട്ടിച്ചിരിക്കുക, സന്തോഷിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ എൻഡോർഫിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ പെർ റൺ, ഒന്ന് ഓടാൻ പോവുക. ഓക്കെ, ഒന്ന് ഓടുക, അല്ലെങ്കിൽ നടക്കുക, അതേപോലെ ഓടുക, നന്നായിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യുക. ലിഫ്റ്റ് വെയിറ്റ്സ്, എന്നാൽ വെയിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡാൻസ് ടു മ്യൂസിക്. ഇപ്പൊ ഇത് നല്ല എന്ന് വെച്ചാൽ ഇപ്പൊ പൊതുവെ ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ്, 40 കഴിഞ്ഞിട്ടുള്ള സ്ത്രീകള് അധികം ആൾക്കാരും എന്തായാലും എന്ത് ചെയ്യണം, വെയിറ്റ് ലിഫ്റ്റിംഗിലേക്ക്, അതായത് വർക്കൗട്ട് ചെയ്യണം. അതിൽ എസ്പെഷ്യലി അവർ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയും. ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം എന്ന് പറയും. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഹോർമോൺസ് നമ്മളെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയങ്കര ഹൈ ഇംബാലൻസ് സ്ത്രീകൾ നടക്കുന്ന ഒരു ഏജ് ആണ് ഏത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻ ബിറ്റ്വീൻ 35 ആൻഡ് 50. എസ്പെഷ്യലി 40 ആൻഡ് 45, 50 റേഞ്ചിലുള്ള സമയത്ത്, എസ്പെഷ്യലി മെനപ്പോസ് പീരീഡിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നല്ല രീതിയിലേക്കുള്ള മാറ്റം ഉണ്ടാവും. നമ്മൾ അധികം ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നിട്ട് അസുഖമോ എന്ന് പറഞ്ഞിട്ട്, വേദനയോ ബുദ്ധിമുട്ടോ എന്ന് പറഞ്ഞിട്ടിരിക്കും. അപ്പൊ അത് പാടില്ല. അപ്പൊ അടുത്ത എന്താണ്? ഡാൻസ് ടു മ്യൂസിക്, മ്യൂസിക്കിന് ഡാൻസ് ചെയ്യുക. അതേപോലെ പ്ലേ സ്പോർട്ട്, എന്തെങ്കിലും ഒരു ഗെയിം കളിക്കുക, ആക്റ്റീവായിട്ടുള്ള വിയർക്കുന്ന തരത്തിലുള്ള ഗെയിം കളിക്കുക. ടേക്ക് ദ സ്റ്റെയർസ്, ഇപ്പൊ നടന്നു പോകാൻ പറ്റുന്നിടത്ത് ചില സ്ഥലത്തൊക്കെ നടന്നു തന്നെ പോവുക. എല്ലായിടത്തും ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക. ട്രൈ യോഗ ട്രൈ ചെയ്യാം. സ്ട്രെച്ച് ഡീപ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഡീപ്പായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ലാഫ് ലൗഡ്ലി, നന്നായിട്ട് എന്ത് ചെയ്യുക, പൊട്ടിച്ചിരിക്കുക. കോൾഡ് ഷവർ എടുക്കുമ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന നല്ല തണുത്ത വെള്ളത്തിലേ, മനസ്സിലായോ, കുളിക്കുന്നത്. സ്വിം, നീന്തുന്നത്. അതേപോലെ ഡു പുഷപ്സ് എക്സസൈസ് ചെയ്യുക. അതേപോലെ ബോക്സിങ് ചെയ്യുക, കിക്ക് ബോക്സിങ് ചെയ്യുക. ഹൈക്ക് ചെയ്യുക, ഒരു മലയോ അല്ലെങ്കിൽ ഒരു കുന്നോ ഒക്കെ ഇങ്ങനെ നടക്കാൻ പോവുക, കയറാൻ പോവുക. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രത്തിലുള്ള സ്പോർട്സുകൾ, എത്രത്തിലുള്ള ആക്ടിവിറ്റീസ്. ട്രൈ സംതിങ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. മൂവ് യുവർ ബോഡി ഡെയിലി. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യും. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കുറെ ഐഡിയാസ് പറഞ്ഞതാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ഓക്കെ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വിയർക്കുക, ശരീരം നന്നായിട്ട് അനങ്ങുക. വിയർക്കുക, അനങ്ങുക, അത് എക്സസൈസ് രൂപത്തിൽ, അല്ല വീട്ടുജോലി ചെയ്തിട്ടുള്ള വിയർക്കലാണെങ്കിലും പോരാ. അതല്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വിയർക്കുന്ന രൂപത്തിലുള്ള, അതായത് ഇപ്പോഴത്തെ വീട്ടുജോലികൾ വിയർക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ കാലാവസ്ഥ കൊണ്ടുള്ള വിയർപ്പ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ വീട്ടുജോലികളൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പണ്ടുള്ളത് പോലെയല്ല, കുറച്ച് അതിൽ ഹെവിനെസ് കുറവാണ്, അല്ലെങ്കിൽ ഭാരം കുറവാണ്.
അപ്പൊ വീട്ടുജോലി എന്നുള്ളതല്ല, ആരാണെങ്കിലും ഏതാണെങ്കിലും ഇപ്പൊ വീട്ടു ജോലിയൊന്നും ഓഫീസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അനങ്ങുന്നില്ല. സോ ദേ വിൽ, അവരിൽ നമ്മളിൽ എന്ത് കാണും, ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ത് കാണിക്കും, എൻഡോർഫിന്റെ അളവ് കുറയും. അപ്പൊ എൻഡോർഫിന്റെ അളവ് കൂട്ടാൻ എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് തന്നെ വീർക്കുക, വീട്ടിലിരുന്നിട്ട് ചെയ്യാം. വട്ട് എവർ ഇറ്റ് ഈസ് യു ഡു ഇറ്റ് ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് ബൂസ്റ്റ്. ഓക്കെ, റെഡി? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആണോ? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഔട്ട് ക്ലിയർ. യാ, ഒന്ന് കമന്റ് ചെയ്തോളൂ ക്ലിയർ എന്നുള്ളത്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഔട്ട് ക്ലിയർ. Yes, sir. Clear. ഓക്കെ. അടുത്തത് ഈസ്ട്രജൻ. ഈസ്ട്രജൻ നമ്മൾ ശരീരത്തിൽ ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇത് സ്റ്റെബിലിറ്റി ഹോർമോൺ. എല്ലാ ഹോർമോൺസിനെയും സ്റ്റേബിൾ ആക്കുന്നതിൽ ഈസ്ട്രജന് ഭയങ്കര പങ്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺസ് അടക്കം ബാക്കിയുള്ള എല്ലാ ഹോർമോൺസിനെയും സ്റ്റേബിൾ ആക്കുന്നതിൽ, ഇവന്മാരെ എല്ലാവരും സ്റ്റേബിൾ ആക്കി നിർത്തുന്നതിൽ ഈ ഹോർമോണിന് ഭയങ്കരമായിട്ട് പങ്കുണ്ട്. സോ ക്രിട്ടിക്കൽ ഫോർ ഹോർമോണൽ ഇംബാലൻസ്. എല്ലാ ഹോർമോൺസിന്റെയും ബാലൻസിന്, ഹോർമോണൽ ബാലൻസ് എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ വുമൺ, എസ്പെഷ്യലി സ്ത്രീകൾക്ക് ഈസ്ട്രജന്റെ അളവ് നല്ല രീതിയിലേക്ക് വേണം. അപ്പൊ എനർജി ബാലൻസ് കറക്റ്റ് ആയിരിക്കും. ഇവരുടെ മൂഡ് സ്റ്റെബിലിറ്റി, ഈ എന്താ പറയുക, മൂഡ് സ്വിങ്സ് ഒക്കെ കുറയും. മെറ്റാബോളിസം സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാ ചെയ്യാൻ പറ്റുക? ഈറ്റ് ക്ലീൻ, നല്ല ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുക. ഈ പൊരിച്ചതും അത് ഇത് മറ്റുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ, അതേപോലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കുക, അതേപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക. സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഉറങ്ങാൻ പഠിക്കണം. യു ഹാവ് ടു. അപ്പം ഉറക്കം കറക്റ്റ് ആക്കുക. ഈസ്ട്രജൻ, മനസ്സിലായോ? അപ്പൊ അതില് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്ന് പറഞ്ഞത്. സ്ത്രീകൾ ഈറ്റ് ലീഫി ഗ്രീൻസ്, അതായത് നമ്മൾ പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഉണ്ടല്ലോ, കൂടുതൽ കഴിക്കാം. അതേപോലെ പച്ച ഇലകളുണ്ട്, ചില ടൈപ്പ് ഓഫ് ഇലകളുണ്ട് നമുക്ക് കഴിക്കാൻ ആവശ്യമുള്ള. പ്രോസസ്ഡ് ഫുഡുകളൊക്കെ ഒഴിവാക്കുക. അതായത് ഫ്രൈഡ് ഐറ്റംസ്, അല്ലെങ്കിൽ എന്താ പറയുക, അത്തരത്തിലുള്ള സംഗതികൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഐറ്റംസുകളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നാച്ചുറൽ ഫുഡ് ഐറ്റംസ് കൂട്ടുക. വാക്ക് ആഫ്റ്റർ മീൽസ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഒന്ന് നടക്കാം. കുറച്ച് സമയം എന്ത് ചെയ്യുക, ഒന്ന് ഒറ്റയടിക്ക് റെസ്റ്റിലേക്ക് പോവാതെ കുറച്ച് സമയം നടന്ന് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം അങ്ങനെ. സ്ലീപ്പ് കൺസിസ്റ്റന്റ്ലി, തുടർച്ചയായിട്ട് ഒരു സമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. മാനേജ് സ്ട്രെസ് മാനേജ് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഹെൽത്തി ഫാറ്റ്സ് മാത്രം എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അത്തരത്തിലുള്ള സംഗതികളിൽ ഹെൽത്തി ആയിട്ടുള്ള സംഗതികൾ മാത്രം ഭക്ഷണം കഴിക്കുക. ലിമിറ്റ് ഷുഗർ എന്ത് ചെയ്യുക, എന്തായാലും ലിമിറ്റ് ചെയ്യുക. അവോയ്ഡ് പ്ലാസ്റ്റിക് ടോക്സിൻസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. ഫൈബർ കൂടുതലുള്ളത് കഴിക്കുക. അതേപോലെ അത്തരത്തിലുള്ള ഐറ്റംസ് ഫുഡുകൾ കഴിക്കുക. ആൻഡ് അവോയ്ഡ് ലേറ്റ് നൈറ്റ്സ്, രാത്രി ഉറങ്ങാതിരിക്കുന്നത്, രാത്രി കൂടുതൽ കുറേ നേരം ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ബാലൻസ് ബാലൻസ് വർക്കൗട്ടുകൾ എന്ത് ചെയ്യുക, വർക്കൗട്ട്സുകളൊക്കെ ചെയ്യാം. ആൻഡ് റെസ്റ്റ് പ്രോപ്പർലി, നല്ല റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാകും, ഈ ഹോർമോൺസിന് ബാലൻസ് ചെയ്യാൻ പറ്റും. ഈസ്ട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന് ബാലൻസ് കൂടുതലാണ് സ്ത്രീകളിൽ കണ്ടുവരുന്നത്. ഓക്കെ, ഈസ്ട്രജന്റെ അളവ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് സ്വിങ്സ് ഒരുപാട് കുറയാൻ പറ്റും. ഇനി ഇപ്പൊ നമ്മളിപ്പോ എത്രണ്ണം പറഞ്ഞു? ഏകദേശം ഐ തിങ്ക് നമ്മൾ എത്രണ്ണം പറഞ്ഞു? 5 എണ്ണം അല്ലേ? ആണോ? എത്രണ്ണം പറഞ്ഞു? 5 എണ്ണം പറഞ്ഞു. ഇനിയും നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. നമുക്ക് അടുത്തൊരു ദിവസം അതിനെക്കുറിച്ച് പറയാം. എൻ്റെ ഹെൽത്ത് കുറച്ച് അത്ര ഒരു ആപ്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഒന്നുമില്ല, കോൾഡ് മാത്രമാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ. നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഇതൊന്ന് ടാപ്പ് ചെയ്ത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം. എന്നിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്സിനെ കുറിച്ച്, ബാക്കിയുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡെപ്തിൽ തന്നെ സംസാരിക്കാം.
പിന്നെ ഇന്ന് സംസാരിക്കാനുള്ള ഒരേ ഒരു കാര്യം, ഇന്ന് നമ്മളുടെ ഒരു ഈവനിങ്ങിൽ 7 മണി മുതൽ വൈകുന്നേരം 10 വരെ ഒരു കിഡിലൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കുക. വെറും 99 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുപ്പിക്കുക. ഞാൻ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഹോർമോണൽ ഇംബാലൻസിൽ നിന്ന് രക്ഷപ്പെടാൻ, ശരിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ നാച്ചുറലി നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് ഉണ്ട്. ഇതിന്റെയൊക്കെ റൂട്ട് കോസ് ഉണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഗതിയിലേക്ക് പോകുന്നു? അത് ട്രോമാസ് ആണ്. ആ റൂട്ട് കോസിൽ പോയിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെയിലി ലൈഫിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവന്നാൽ അത്രയും നല്ലതാണ്. പക്ഷെ റൂട്ട് കോസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നമേ ഇല്ലാണ്ട്. മനസ്സിലാവുണ്ട്? റൂട്ട് കോസിൽ എന്ന് വെച്ചാൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് ട്രോമാസ് ആണ്. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അബാൻഡൻമെന്റ് ഇഷ്യൂ ആവാം, അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഇഷ്യൂസ് ആവാം. അത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നമാക്കി ഉണ്ടാകുന്നുണ്ടാവും, ഫൈനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളിലേക്ക് കാരണമാവുന്നുണ്ടാവും, കരിയറിന്റെ പ്രശ്നങ്ങളിലേക്ക് കാരണമാവുന്നുണ്ടാവും. സോ ഇതിന്റെയൊക്കെ റൂട്ട് കോസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യേണ്ടതില്ലാതെ തന്നെ പരിഹരിക്കാൻ പറ്റും. അപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഞാനും എൻ്റെ ഫ്രണ്ട്സും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, രതി മാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരിക, പങ്കെടുക്കുക. വൈകുന്നേരം 7 മണി മുതൽ 10 വരെ ഡെപ്തിൽ ഹീലിംഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം? പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത്. അപ്പൊ അതിനുവേണ്ടി വെറും 99 രൂപയേ ഉള്ളൂ. ജോയിൻ ചെയ്യുക. എന്താണ് EFT എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കും. എന്താണ് EFT, എങ്ങനെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഹോർമോൺസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ എന്തായാലും വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച് ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തതിന്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഐ തിങ്ക് ഇന്നത്തെ പ്രോഗ്രാം 99 രൂപയുടെ പ്രോഗ്രാമിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്? ഒന്ന് പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത്, എന്ന് കമന്റ് ചെയ്ത്, കമന്റ് ഔട്ട് മീ. പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക, എന്ന് കമന്റ് ചെയ്യുക. കാരണം അത് കുറെ അപ്ഡേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നത്. ഞാനുണ്ട് സാർ. യെസ്, വെരി ഗുഡ്. റഫീഖ് സാർ, ഓക്കെ. ഷബ്ന, ഓക്കെ. ഇനി ഇതിലാരെങ്കിലും ഇനി പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പങ്കെടുക്കാം. വെറും 99 രൂപയുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സിനെ 3 പേരെങ്കിലും മിനിമം പങ്കെടുപ്പിക്കുക. ദാറ്റ് വിൽ ചേഞ്ച് ദിയർ ലൈഫ്. ഇതൊരു ലാസ്റ്റ് അവസരമാണ് ഇന്ന് കിട്ടുന്ന ഒരു ഷോർട്ട് EFT കോഴ്സാണ്. ഇതിൽ അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുത്തിട്ട് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഓക്കെ. സോ ഇത്രയും പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ യെസ്, വെറും 99 രൂപയുള്ളൂ. ഓക്കെ, പൈസ എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. വെറും 99 രൂപ മാത്രം. അപ്പൊ അതൊരു എമൗണ്ട് അല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അടക്കാം, ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ എന്ത് ചെയ്യുക, കൊടുത്തോളൂ. രഞ്ജിത്ത്, നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക, പേയ്മെന്റ് അടക്കാനുള്ള നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 8086007778. അതേപോലെ നമ്മുടെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് അയക്കൂ രഞ്ജിത്ത്. ഏത് നമ്പറിലേക്കാണ് അവർ പേയ്മെന്റ് അടക്കേണ്ടത്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്യൂ. ഓക്കെ. 99 രൂപ. നമുക്കത് റിസർപ്പിന്റെ പേയ്മെന്റ് ലിങ്ക് ആണ് വരുന്നത്. റേസർ പേ ആണെന്നുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ പേയിലേക്ക് കണക്ട് ആവില്ലേ? അതെ അതെ, അത് കണക്ട് ആവും. അപ്പൊ ആ ലിങ്ക് ഇവിടെ പോസ്റ്റ് ചെയ്യൂ. ആൾക്കാർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, ആ ലിങ്ക് പോസ്റ്റ് ചെയ്യൂ. എത്രയും പെട്ടെന്ന് ലിങ്ക് പോസ്റ്റ് ചെയ്യൂ. ഓക്കെ. സോ ആ നമ്പറിലേക്ക് കൊടുത്താൽ മതി. ഇദ്ദേഹത്തിന്റെ നമ്പർ നോട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, സംശയങ്ങൾ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നോട് ഇപ്പോൾ ചോദിക്കാം. ഐ എം ഹാപ്പി ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. എനി ഡൗട്ട്സ്? ഓക്കെ, ഇതൊക്കെ പോട്ടെ. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്പർ ഗ്രൂപ്പിൽ ഇടൂലേ? നമ്പർ ഗ്രൂപ്പിൽ ഇടൂലേ എന്നാ ചോദിച്ചേ? ഗൂഗിൾ പേ ചെയ്യാനുള്ള ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ ഗ്രൂപ്പിൽ ഇടൂലേ? ഇടും. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉള്ളത്? ഈ ഗ്രൂപ്പിലുണ്ട്. ഈ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഗ്രൂപ്പ്? ഹൈറുനിസ, ഏതാണ് ഗ്രൂപ്പ് എന്ന് പറയാമോ? നിങ്ങളെ ഗ്രൂപ്പിന് ഒരു കാര്യം ചെയ്യും. ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ എന്ത് ചെയ്യാന്ന്, ഈ നമ്പർ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇതാണ് നമ്പർ. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ഓൾറെഡി വിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പിൽ നമ്പർ വിട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ നമ്മുടെ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. വിളിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ. വീട്ടിലിരുന്ന് കാണാൻ പറ്റുമോ? എന്താണ്? വീട്ടിലിരുന്ന് കാണാം. നമ്മുടെ സെഷൻ അതന്നെ, വീട്ടിലിരുന്ന് തന്നെയാണ്. സൂമിലാണ്. അതെ. സൂമിലാണ് കേട്ടോ. ഈവനിങ്ങിലാണ്, വൈകുന്നേരമാണ്. ഇന്ന് വൈകുന്നേരം 7 മണി മുതൽ 10 വരെ ഉണ്ടാകും സെഷൻ. 3.5 മണിക്കൂറിൽ നീണ്ടിരിക്കുന്ന സെഷനാണ്. അതിൽ ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കും.
ഇതാണ് പേയ്മെന്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. ഇപ്പൊ തന്നെ പേയ്മെന്റ് അടക്കാം. 99 രൂപ അടയ്ക്കുക. അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഏത് നമ്പറിലേക്ക് അയക്കേണ്ടത് ശരത്? സോറി, 78ലേക്കാണ് അയക്കേണ്ടേ? അതെ, അതിൽ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് അതിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവും. ഓക്കെ. ഓക്കെ, അതാണ് പിന്നെ നിങ്ങളുടെ. ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ശരി 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 ശരി. ഓക്കെ. സോ നിങ്ങൾ ഈ ലിങ്കിൽ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ 99 രൂപയുള്ള പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ഹെൽത്ത്, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ അസുഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ആത്മീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ്, ഫാമിലി ഇഷ്യൂസ്, ഇങ്ങനെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും അതിന്റെ മൂല കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് മനസ്സിലാക്കിയിട്ട് അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് അത് ഹീൽ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഒരു ഹീലിംഗ് പ്രോഗ്രാമാണ്. ഇതിൽ തന്നെ നമ്മൾ ലൈവായിട്ട് ഹീൽ ചെയ്യുന്നുണ്ടാകും. അതേപോലെ തന്നെ ലൈവായിട്ട് മറ്റുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ടാവുക. പിന്നെ കേസ് സ്റ്റഡീസ് ഉണ്ടാകും, കാര്യങ്ങൾ ഉണ്ടാവും, ഡീപ്പ് ഹീലിംഗ് സെഷൻസ് ഉണ്ടാകും, എല്ലാം കൂടെ ഉണ്ടാകുന്നതാണ്. ഒരു കിടിലൻ പ്രോഗ്രാമാണ്. പറഞ്ഞോളൂ. ഹലോ. ഓക്കെ. സോ ഇതെല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളൂ. ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. വെറും 99 രൂപയുള്ളൂ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം, അവർക്ക് കൊടുക്കാവുന്ന, പാർട്ണർക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം, അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റാണ്. യൂട്ടിലൈസ് ഇറ്റ്, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. അവർ വൺസ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ EFT എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതോടുകൂടി നിങ്ങളുടെ പാർട്ണർ, എസ്പെഷ്യലി അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് നിങ്ങളുടെ പാർട്ണർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ പേയ്മെന്റ് അങ്ങ് അടക്കുക. 99 രൂപയല്ലേ ഉള്ളൂ. പാർട്ണർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് അടക്കുക. പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യുക, അവരോട് പറയാം ഞാൻ ഒരു ലിങ്ക് വൈകുന്നേരം അയച്ചു തരാം, മീറ്റിംഗിൽ അത് പങ്കെടുക്കണം എന്ന് പറയാം. അത്രയും പറഞ്ഞാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ടാണ്, ഉപകാരപ്പെടുമെന്ന് പറയാം. ഓക്കെ. ബാക്കി കാര്യങ്ങൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ. റെക്കോർഡ് ഉണ്ടാവുമോ? അതിന്റെ ഭാഗമായിട്ട് പെയ്ഡ് ആയിട്ടുള്ള ആ പ്രോഗ്രാമിൽ റെക്കോർഡ് കൊടുക്കുമെന്നാണ് തോന്നുന്നത്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് എന്തായാലും കിട്ടും കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഇന്നത്തെ സെഷൻ ജോയിൻ ചെയ്ത് വളരെയധികം സന്തോഷം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ. നമ്മൾ ബാക്കി സെഷൻസ് എടുക്കാനുണ്ടല്ലേ, ഹോർമോൺസ് ഉണ്ട്. സോ വിൽ ഡിസ്കസ് ദാറ്റ് ലേറ്റർ. താങ്ക് യു. ഇന്നത്തെ സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിട്ട്? സൂപ്പർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈവനിങ്ങിലുള്ള സെഷന് നിങ്ങൾ എന്തായാലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരിക. ഇതൊരു അവസരമാണ്. വെറും 99 രൂപയുള്ളൂ. മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. യൂട്ടിലൈസ് ഇറ്റ്. താങ്ക് യു എവറി വൺ. എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Okay, no questions, I think. Okay, thank you. Thank you so much. All right. Have a great day. Thank you, everyone.